എന്താണ് കാരണം എന്നറിയാം. ഒരു വണ്ടി പോകാൻ വേണ്ടി പിടിച്ചിട്ടതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് പോയി കഴിഞ്ഞു. എന്നിട്ട് ഇത് എടുക്കണില്ല. ഇത് എങ്കിരുന്ന് கீழே கொண்டே போட்டது பிடிங்க நம்ம இது பண்ணி தரேன். മധുരയിൽ വന്നിറങ്ങി ഞാൻ നേരെ ഒന്ന് പുറത്തൊക്കെ ഒന്നിറങ്ങി. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി രാമനാഥപുരം ട്രെയിൻ എടുത്ത് പോകണം. ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി രാമനാഥപുരം എത്തുന്നത് വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മധുരയിൽ നിന്ന് കയറിയിട്ടുള്ള ഈ ട്രെയിന് ഒരു പാസഞ്ചർ ട്രെയിനാണ്. മധുരയിൽ നിന്ന് ആരംഭിച്ച് തിരുപ്പുവനം, മാണാമധുര, പരമക്കുടി, രാമനാഥപുരം എത്തും. അവിടെ നിന്ന് പിന്നെ ഈ ട്രെയിന് മണ്ഡപം എന്ന സ്റ്റേഷൻ വരെ ഉള്ളു. രാമേശ്വരത്തേക്ക് ട്രെയിന് പോയില്ല. അവിടെ പാമ്പം പാലത്തിന്റെ പണി തീരാത്തത് കൊണ്ട് തന്നെ ട്രെയിന് ഓടുന്നില്ല. മണ്ഡപം വരെ ഉള്ളു. അങ്ങനെ മാണാമധുര ജംഗ്ഷനിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു 10 മിനിറ്റ് ലോക്കാണത്. മാണാമധുര ജംഗ്ഷൻ ഏകദേശം മധുരയിൽ നിന്നൊരു 50 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ലോക്കൽ ട്രെയിനാണ്. 2 ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം കടന്നു. അല്ലെങ്കിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമി അതൊക്കെ മണ്ണാണ്. നല്ല മഴ പെയ്തതാ വെള്ളം കൂടിക്കിടത്തി മനോഹരമായ കാഴ്ചകൾ, പച്ചപ്പ് നിറഞ്ഞ തമിഴ്നാടിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൃഷിയിടങ്ങളൊക്കെ കാണുന്നുണ്ട്, മനോഹരമായ നെൽപ്പാടങ്ങളൊക്കെ. പിന്നെ വാഴ കൃഷി കാണുന്നുണ്ട്. ഇടയ്ക്ക് തെങ്ങും തോപ്പുണ്ട്. കരിമ്പനകൾ കാണുന്നു. പാലക്കാടൻ ഗ്രാമങ്ങളെ ഓർമ്മിപ്പിക്കത്തക്ക രീതിയിലുള്ള കരിമ്പനകൾ, വാളം പുളികൾ. രണ്ട് മിനിറ്റിൽ നിർത്തിയെടുത്ത് പോവുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ രാമേശ്വരം പോയിരുന്ന ട്രെയിനുകളാണ് ഇതൊക്കെ. ഇപ്പം പാമ്പം പാലം അറിയാമല്ലോ. ആ പാമ്പം പാലത്തിൻ്റെ പുതുക്കിപ്പണിയിലാണ്. മീറ്റർ ഗേജ് എന്നൊരു സംവിധാനമായിരുന്നു, ട്രാക്കായിരുന്നു ഇതിനകത്ത്, റെയിൽവേ ട്രാക്കായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ വലിയ ട്രാക്കുകളാക്കിയതിന് ശേഷം പിന്നെ പാമ്പം പാലം പുതുക്കി പണിയായിരുന്നു. അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ട്രെയിന് രാമേശ്വരത്തേക്ക് പോകും. രാമേശ്വരം പോകുന്നത് ഇവിടുത്തെ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ മണ്ഡപത്തിൽ ഇറങ്ങിയിട്ടോ അവിടുന്ന് ബസ്സിനാണ് പിന്നെ പോകേണ്ടതായിട്ടുള്ളത്. അവിടെ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു രാമനാഥപുരത്ത് രാമേശ്വരത്തേക്ക്. മുൾച്ചെടികൾ ഒത്തിരി. തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത, തമിഴ്നാട് കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റു ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഇത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം ഈ മുൾച്ചെടികൾ. ഉള്ളത് ഞങ്ങളുടെ തൊട്ടടുത്താണ്. ഇപ്പോൾ പഴയ കാലത്തെ കൽക്കരി സ്റ്റീം എഞ്ചിൻ്റെ സൗണ്ട് കേട്ട ആളുകളെ ഞങ്ങൾ അത് യാത്ര ചെയ്ത ആളുകളാണ്. അതിനുശേഷം വന്ന സ്റ്റീം എഞ്ചിന് അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് കടന്നു വന്നവരാണ് ഡീസൽ എഞ്ചിനുകൾ. ഡീസൽ എഞ്ചിനുകളും ഇപ്പോൾ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇലക്ട്രിക് കറണ്ട് അതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഈവൻ വളരെ കുറവാണ്. അപൂർവ സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഇപ്പോൾ ഡീസൽ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ കിട്ടിയൊരു ഭാഗ്യമാണ് ഇതാ മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം. പരമക്കുടി സ്റ്റേഷൻ എന്താ പരമക്കുടി ആളിറങ്ങിയത്. നിറയെ പേര് ഇറങ്ങിയിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് പരമക്കുടിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തെ എത്തും. ഇറങ്ങുന്നുണ്ടോ? ശരി തമ്പി.
പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇനി 1-2 സ്റ്റേഷനിൽ കഴിഞ്ഞാൽ രാമനാഥപുരം എത്തും. ചില വയലുകളൊക്കെ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. നെല്ല് വിളഞ്ഞതുണ്ട്, വിളവായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഏകദേശം കൊയ്ത്തെടുക്കാറായ ചില പാടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. മഞ്ഞച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളെയാണ് നമുക്കവിടുന്ന് കാണാൻ സാധിക്കുന്നത്. അടിപൊളി കാഴ്ചകളാണ്. മനോഹരമായ തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ്. മഞ്ഞച്ച് നിൽക്കുന്ന വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ. അങ്ങനെ ചാത്തക്കുടി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ തിരിക്കുകയാണ് നമ്മൾ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 2 മിനിറ്റ് നിർത്താൻ സാധ്യതയുണ്ട്. നിർത്തും, നിർത്താതിരിക്കില്ല. എന്തായാലും നിർത്തും. ചാത്തക്കുടി എന്ന് പറഞ്ഞ ഈ റെയിൽവേ സ്റ്റേഷൻ എന്തായാലും 2 മിനിറ്റ് നിർത്താതിരിക്കില്ല. ആരും കയറാൻ കാണുന്നില്ല. പക്ഷെ ഇറങ്ങാണ്ടാവോ? സത്രക്കുടി സ്റ്റേഷനിൽ തന്നെ അടിപൊളി. കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അവിടെ. കേട്ടോ, ഇറങ്ങുന്നവർക്ക് ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അടിപൊളി ഒരു മരമുണ്ട്. സൂപ്പർ അരിവേപ്പിൻ്റെ ഒരു മരമുണ്ട് ഇവിടെ. അതാണ് ഇതിൻ്റെ സൂപ്പർ, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയൊക്കെ മരങ്ങളൊക്കെ കാണുമ്പോഴേ ചില പ്രധാനപ്പെട്ട ചില റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ ആലുകളൊക്കെ കാണാം. അത് പാലക്കാടത്ത് പൊള്ളാച്ചിക്ക് പോകുമ്പോൾ അങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഞാൻ മറന്നു. സത്തരക്കുടി. ഇത് வேக வச்ச கிழங்கு பனங்கிழங்கு அல்ல இது பனங்கிழங்கா பனை இந்த அந்த பனங்கிழங்கா எவ்வளவு வருது 20 ஒரு கட்டுக்கா இது சுகர் பிரஷருக்கு நல்லது ஆமாம்மா 20 4 இல்ல 5 இருக்கு அது இந்த சாருக்கு எல்லாம் ஒண்ணுதான் வாங்குங்க நல்லா இருக்கும் டேஸ்டா கிழங்கு இதுக்கும் முதல்ல சாப்பிட போகுது என்ன ருசி என்னன்னு தெரியல அது ருசி என்னன்னு தெரியல ஆமா பனக்கிழங்கு இது எங்க இருந்து இல்ல இல்ல கீழ கொண்டே போடுறது புடிங்க நான் விதணி தரேன் ஓகே இந்த வாடே இந்த பூச்சி குடிங்க அப்ப இதான பனக்கிழங்கு ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല இது உடம்புக்கு நல்லது சுகர் பிரஷருக்கு நல்லது ஓகே அது புதுசா திங்கிறவங்களுக்கு ஒரு மாதிரி தெரியும் எங்க ஆளுங்க நல்லா சாப்பிடுவோம் கேரளாவில் ഇവിടെ പാലക്കാട് தான் இருக்கு பாலக்காட்டுல இருக்கு ஆனால் இது கிழங்கு எடுக்கும்போது தெரியாது ஆனால் பனையே இருக்கு மலை நல்லா இருக்கும் இந்த வருஷம் மலை ஒரே மலை கிழங்கு சின்னது பொடி திணி போடவா பொடி போடவா பொடி போடுங்க ஓ தேங்க்யூ சுக்ரன் போயிட்டு ஓடியாரே இப்படி இப்போ பனக்கிழங்கு இருக்குது கேട്ടോ ഞാൻ പനക്കിഴങ്ങ് ആദ്യമായിട്ട് കഴിച്ചു കഴിഞ്ഞു ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ മരച്ചീനില്ലേ പൊള്ളി കഴിക്കണ പോലെ സൂപ്പർ അടിപൊളി அண்ணாச்சி கழிச்சா முடிஞ்சா
പന ആണോ അതല്ലേ തമ്പി? ഇതാ കാണുന്ന പനയുടെ അടിയിലുണ്ടാവുന്നതാണെന്ന് പറയണത്. അറിയില്ല മുകളിലാണോ അടിയിലാണോ എന്നറിയില്ല. പനക്കിഴങ്ങ് കുറേ നേരമായി ഈ സ്റ്റേഷനിൽ കിടക്കുന്നു ഞാൻ. എന്താണ് കാരണം എന്നറിയില്ല. ഒരു വണ്ടി പോകാൻ വേണ്ടി പിടിച്ചിട്ടതാണെന്ന് തോന്നുന്നു. പക്ഷെ അത് പോയി കഴിഞ്ഞു. എന്നിട്ട് ഇത് എടുക്കണില്ല. അടുത്ത് തന്നെ രാമനാഥപുരം എത്താൻ വളരെ കുറച്ചേ ഉള്ളൂ. വണ്ടി ഇവിടെ പിടിച്ചിട്ടു. മൊത്തത്തിൽ പ്രശ്നം. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം സാധനം ഇളകി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണവാനം തുമ്പ ഉണ്ട്. വെള്ളത്തുമ്പ ഒത്തിരി ഉണ്ട് ഇവിടെ. സാധാരണ ഓണത്തിനൊക്കെ ആയിരുന്നെങ്കിൽ തുമ്പപ്പൂ പറിക്കാൻ ഇവിടെ വരായിരുന്നു. ഇവിടെ ഓണമില്ലല്ലോ. ആട്ടുംകൂട്ടം. എന്തായാലും ട്രെയിനിന് ഇത്തിരി സ്പീഡ് കൂടിയുണ്ട്. ഞാനിവിടുന്ന് മാറി കുറച്ചൊക്കെ നീങ്ങിയിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ രാമനാഥപുരം എത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണ് സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ രാമനാഥപുരം എത്തിയിരിക്കുകയാണ്. പണിയെടുക്കണമെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം പരിപാടിയൊക്കെയാണ് നടക്കുന്നത്. എല്ലാം കൊത്തിപ്പൊളിച്ച് അടിപൊളിയാക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഏകദേശം ഒരു 30 വർഷം മുമ്പാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. അതിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. നമ്മൾ രാമനാഥപുരം എത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന ലോക്കോ ഒന്ന് കാണാം. ലോക്കോ മധുരയിൽ നിന്ന് പാസഞ്ചർ ട്രെയിനായിട്ട് വന്നിട്ടുള്ള ഏകദേശം എല്ലാ സ്റ്റേഷനിലും നിർത്തി വന്നിട്ടുള്ള ലോക്കോണത്. 40243 ആണ്. WDP4 ലോക്കോണത്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ 2:45 PM തൃശ്ശൂരിൽ നിന്ന് അമൃത എക്സ്പ്രസ്സിൽ മധുരയിൽ നിന്നും ഒരു ലോക്കൽ ട്രെയിനിൽ രാമനാഥപുരം എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് തുടർന്നുള്ള വീഡിയോസ് വരാൻ പോകുന്നത് ഏർവാടി എന്ന സ്ഥലത്ത് നിന്നാണ്. അവിടേക്കാണ് ഇവിടെ നിന്ന് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അടുത്ത വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ബായ്.